ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പൊ ഞാനിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ ചാന്ദ്രദിന പതിപ്പ് നമുക്ക് പരിചയപ്പെടലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചാന്ദ്രദിന പതിപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഇതാണ് എൻ്റെ ചാന്ദ്രദിന പതിപ്പ്. എൻ്റെ പതിപ്പിൻ്റെ പേരാണ് ചന്ദ്രാന്വേഷണം. ഇത് ഞാനിട്ട പേരാണ് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. ഇതാണ് നമ്മുടെ ഉള്ളടക്കം. ഉള്ളടക്കത്തിൻ്റെ പേരാണ് അകക്കാമ്പിൽ. അപ്പൊ ഇതേ ഉള്ളടക്കത്തില് പേരുകളും അതിൻ്റെ പേജ് നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ചന്ദ്രന്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഐഡിയ കൊള്ളാമോ? ഇതാണ് നമ്മുടെ ആമുഖം. ചന്ദ്രയാന്മാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടോ? ഇത് ചന്ദ്രയാൻ 1, ഇത് ചന്ദ്രയാൻ 2, ഇത് ചന്ദ്രയാൻ 3. കണ്ടില്ലേ? ഇത് ചന്ദ്രയാൻ 1ന്റെ കുറിപ്പാണ്. ISRO ചെയർമാൻ ജി മാധവൻ നായർ, പ്രൊജക്ട് ഡയറക്ടർ M അണ്ണാദുരൈ. ഭാരം 1380 കിലോഗ്രാം. വിക്ഷേപണ വാഹനം PSLV C-11. വിക്ഷേപണം 2008 ഒക്ടോബർ 22. ബഡ്ജറ്റ് 386 കോടി. കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചന്ദ്രയാൻ 1ന്റെ കുറിപ്പ് കണ്ടില്ലേ? ഇതൊക്കെ ചന്ദ്രയാൻ 1ന്റെയാണ്. ചന്ദ്രയാൻ 1ന്റെ നേട്ടം എന്താണ്? ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തി. അപ്പോ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയത് ചന്ദ്രയാൻ 1ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ ചന്ദ്രയാൻ 2. ISRO ചെയർമാൻ K ശിവൻ, പ്രൊജക്ട് ഡയറക്ടർ M വനിത, മിഷൻ ഡയറക്ടർ ഋതു കൈതാൽ. ബഡ്ജറ്റ് 978 കോടി. വിക്ഷേപണ വാഹനം LVM-3M1. വിക്ഷേപണം 2019 ജൂലൈ 22. എല്ലാവരും ഇത് പഠിച്ചു വെക്കുമല്ലോ. അപ്പൊ ചന്ദ്രയാൻ 2നെ കുറിച്ചുള്ള ഒരു കുറിപ്പ്. ഇതാ നമ്മുടെ ചന്ദ്രയാൻ 3. ISRO ചെയർമാൻ S സോമനാഥ്, പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ഭാരം 3900 കിലോഗ്രാം. വിക്ഷേപണ വാഹനം LVM-3. വിക്ഷേപണം 2023 ജൂലൈ 14. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ചന്ദ്രയാൻ 3ന്റെ കുറിപ്പ് കണ്ടില്ലേ? ചന്ദ്രയാൻ 3ന്റെ ലക്ഷ്യങ്ങൾ. ഇതിൽ ഞാൻ കുറച്ച് വാർത്തകളൊക്കെ ചന്ദ്രയാൻ 3നെ പറ്റിയിട്ടൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് വാർത്തകളൊക്കെ പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്തതാണ്. ഇതിന് ഞാൻ പേരിട്ടു നുറുങ്ങുകൾ. മലയാളി ചിറകുകൾ. കണ്ടോ? ചന്ദ്രയാൻ 3ന് പിന്നിൽ മലയാളിക്കരുത്ത് ഏറെയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു കുറിപ്പുണ്ടാക്കിയതാണ് കേട്ടോ. ഇതാ ചന്ദ്രയാൻ 3 പസില്. ഇതൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ചന്ദ്രയാൻ 3ന്റെ കുട്ടിപ്പാട്ട്. LVM-3 എന്നാണ് ഈ കുട്ടിപ്പാട്ടിന്റെ തലക്കെട്ട്. ഇതൊക്കെ എല്ലാവരും നല്ല ഇണത്തിൽ പാടണേ. കൊളാഷ്. ഇതിങ്ങനെ ചന്ദ്രയാൻ 3ന്റെ ഈ വാർത്തകളും അതൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു.
അപ്പൊ നമുക്കൊരു കൊളാശായി. ഇതാ വേറൊരു കുട്ടിക്കവിത, ഒരു കുഞ്ഞു ചന്ദ്രമോഹം. ഇതാണ് കുട്ടിക്കവിത. ഒരമ്മയും ഒരു കുഞ്ഞിങ്ങനെ ചന്ദ്രയാൻ 3 പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതാ അറിയാൻ ഓർക്കാൻ. ഇതാണ് ചന്ദ്രയാൻ മാരുടെ ക്വിസ്. ചന്ദ്രയാന്മാരുടെ ക്വിസാണിത്. ഇതാ ചിത്രശേഖരണം കണ്ടില്ലേ? ഭാവിയിലെ അനന്ത സാധ്യതകള്. ഭാവിയിലെ അനന്ത സാധ്യതകളാണ് ഇതിലുള്ളതൊക്കെ കേട്ടോ. ഇതൊക്കെ ഞാൻ പത്രത്തിൽ കണ്ടപ്പോൾ വെട്ടിയെടുത്ത് ഒട്ടിച്ചതാണ്. അപ്പോ ഇതാണ് എൻ്റെ ചാന്ദ്രദിന പതിപ്പ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ചാന്ദ്രദിന പതിപ്പ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് അടി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോയുമായി ഞാൻ ഇനിയും വരും. ബൈ.